ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒരു പരിപാടിക്ക് പോവുകയാണ് കേട്ടോ. അതായത് അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പ്രജുലേച്ചി. അപ്പോൾ പ്രജുലേച്ചീൻ്റെ വീട്ടുകൂടലിനാണ് നമ്മൾ പോണത്. വീട്ടുകൂടൽ എന്ന് പറയുമ്പം എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പൊരേ കൂടൽ എന്നൊക്കെയാണ് നമ്മളെ നാട്ടിൽ പറയുക. അതായത് ഹൗസ് വാമിങ്ങിന് നമ്മൾ പോവുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ബേപ്പൂരാണ്. അപ്പോൾ നമ്മളിപ്പോൾ കടലുണ്ടി ഉള്ളത്. സോ കടലുണ്ടി ടു ബേപ്പൂരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. പിന്നെ അമ്മയും പ്രജുലേച്ചി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അത് അവരുടെ ഒരു ഹിന്ദി കോളേജ് കാലം തൊട്ട് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം 10-30 വർഷമായി ഓരോ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പോഴും അമ്മ പ്രജുലേച്ചീനെ വിളിക്കാറുണ്ട്, കണക്ട് ചെയ്യാറുണ്ട്, എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിനൊക്കെ സംസാരിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. ആൻഡ് അത് ഭയങ്കര പ്യുവറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും വർഷമായിട്ട് ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ലക്ക് തന്നെയാണ്. കാരണം പണ്ട് തൊട്ടേ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് പഠിച്ച് ആൻഡ് ദേ ആർ സ്റ്റിൽ ദ സെയിം എന്നുള്ളതാണ് ഇതിൽ വേറൊരു എന്താ പറയുക രസമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിനാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് പോണതിൻ്റെ മുന്നേ ആയിട്ട് വണ്ടിയിൽ പെട്രോൾ വേണ്ടേ. അപ്പോൾ അത് നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോളൊക്കെ അടിച്ച് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 ആൾക്കാരും കൂടിയാണ് പോണത്. പിന്നെ കുഞ്ചു എന്ന് പറയുന്നത് എൻ്റെ കൂടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഉണ്ടാകുന്ന ഒരാളാണ്. അതായത് നമ്മളെ വിക്രമാദിത്യനും വേതാളം പോലെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചിട്ടാണ്. ഇതിൽ ആര് വിക്രമാദിത്യൻ ആര് വേതാളം എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ഞങ്ങൾ എല്ലായിടത്തേക്കും ഒരുമിച്ചാണ് പോക്ക്. ഓക്കെ, സോ അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫറൂഖ് ബ്രിഡ്ജിലാണ്. ഇത് ഫറൂഖ് നമ്മളെ DJ ബ്രിഡ്ജ്. രാത്രി ആയാലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആ ഭംഗി അങ്ങോട്ട് അറിയാം കേട്ടോ. കാരണം പല ടൈപ്പ് ഓഫ് ലൈറ്റൊക്കെ ഇതിനകത്ത് കത്തും. ഇപ്പോൾ പിന്നെ പകലായതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിലൂടെയാണ് നമ്മൾ പോണത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ പാലം കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഒരു ഫെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഓരോ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു പാലസ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു. ആൻഡ് നമ്മളെല്ലാവരും നടക്കുകയാണ് കേട്ടോ. അതായത് വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ ഈ പോസ്റ്റിൻ്റെ മേലേക്കായിട്ട് ഇങ്ങനെ ഇവർ ഇൻഡിക്കേഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് നേരമായി. എന്നിട്ട് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ലേനു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ ഫൈനലി പ്രജുലേച്ചിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്താ പറയുക, നല്ലൊരു വീട്, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കംപ്ലീറ്റ് നല്ല ഇൻറ്റീരിയർ സംഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെയറൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല നൈസായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുകളിലാണുള്ളത്. അപ്പോൾ മുകളിൽ അതായത് എന്താ പറയുക, ഏറ്റവും പുറത്തായിട്ട് ഇതുപോലൊരു ഏരിയ ഉണ്ട്. കംപ്ലീറ്റ് ചില്ലാണ്. അതായത് 3 സൈഡ് കംപ്ലീറ്റ് ചില്ലുകൊണ്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റാണ് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുണ്ട്. അതായത് മുകളിൽ നോക്കുമ്പോഴും താഴേന്നാണെങ്കിലും നോക്കുമ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കണ്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വീടൊക്കെ ഒന്ന് കണ്ട് ഇനിയാണ് അടുത്ത നമ്മളെ മെയിൻ പരിപാടി വരുന്നത്. അതായത് ബിരിയാണി കഴിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല നട്ടുച്ചയ്ക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ബിരിയാണി കഴിച്ചു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഇത് നമ്മളുടെ പരിപാടീൻ്റെ എന്താ പറയുക, പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുക. കഴിഞ്ഞ് എന്നല്ല, പരിപാടി രാത്രി 9 മണി വരെ എങ്ങാണ്ടുണ്ട്. സോ നമ്മൾ വീടൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയാണ് വേറൊരു ടാസ്ക് വരുന്നത്. കാരണം ഫുള്ള് എന്താ പറയുക, നമ്മളെ ബിരിയാണിയൊക്കെ തിന്നിട്ട് നടക്കാനൊന്നും ആവുന്നില്ലേനും. അങ്ങനെ കാറ് വരെ നമ്മൾ കുറച്ച് ദൂരം നടക്കണമല്ലോ എന്തായാലും. സോ അങ്ങനെ നമ്മളൊക്കെ നടന്ന് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കാറിലെത്തി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി കാര്യമായിട്ട് വേറെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി വീട്ടിലേക്ക് പോവുക, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അതാണ് ഇനി നമ്മൾ അടുത്ത പണിന്ന് വരുന്നത്. സോ ബേപ്പൂരിൽ നമ്മളങ്ങനെ പോന്ന് ഇപ്പം നേരെ നമ്മളെ ഫറൂഖ് ബ്രിഡ്ജിൽ നമ്മൾ നേരത്തെ വന്ന വഴി തന്നെയാണ് തിരിച്ച് പോകണത് കേട്ടോ. അങ്ങനെ നമ്മളെ ഫറൂഖ് പാലത്തിലെത്തി. ഇവിടെ അടിപൊളിയായിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കിഡ്സ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഐ ലവ് ഫറൂഖ് എന്നൊക്കെ പറഞ്ഞ ബോർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഫറൂഖ് പാലത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ വീട്ടിലേക്ക്. അപ്പം ഇന്നത്തെ പരിപാടി ഇതായിരുന്നു. അതായത് അമ്മൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടുതൽ നമ്മൾ പോയി നല്ല അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പിയായിട്ട്, അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. നല്ല മുഖം കണ്ടില്ല ചിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം വന്നിട്ട് നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് ഉടനെ കാണാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.